your attention, please. Train number 1214. പ്രിയപ്പെട്ടവരെ, മിമിക്രിയിൽ പല പിഴകളും സംഭവിക്കാം. അക്ഷരങ്ങൾ ശരിയാകുന്നില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ സംഭവിക്കാം. സാധാരണ ക്ഷമിക്കണം. ഞാൻ മിമിക്രി പലതും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. നമുക്ക് തുടങ്ങാം. ഒരു ഈശ്വര പ്രാർത്ഥനയോടെ അത് തുടങ്ങാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരി. ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും മുംബൈ ഭൂമിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. कन्याकुमारी से बॉम्बे के जाने वाले 2324 गाड़ी नंबर अराइवल शॉर्टली. ട്രെയിൻ സ്റ്റാർട്ടിങ്. സാധാരണഗതിയിൽ ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണ്? ചായ, കോഫി, ചായ, കോഫി, പഴംപൊരി, പഴംപൊരി, ഉഴുന്നുവട. ഈ സമയത്താണ് നമ്മൾ തമിഴ് നടി മനോരമയെ കാണുകയാണ്. മനോരമയെ ആ തങ്കപ്പതത്തിൽ അവതരിപ്പിച്ച പാട്ടൊന്ന് പാടണമല്ലോ, പാടാമല്ലോ. ഇത് വർക്കില്ല. ഹലോ, പാടാമല്ലോ. എന്നടീരക്കമ്മ പല്ലാക്കി നിറുപ്പ് എന്നെഞ്ചു കുലുങ്കുതടി, എടിക്കണ്ണാടി മൂക്കുത്തി മാണിക്ക സുലപ്പ് എന്നെഞ്ചു കലങ്കുതടി, ബുക്ക് നാക്ക് പല്ലേ. എന്നടീരക്കമ്മ പല്ലാക്കി നിറുപ്പ് എന്നെഞ്ചു കുലുങ്കുതടി, എടിക്കണ്ണാടി മൂക്കുത്തി മാണിക്ക സുലപ്പ് എന്നെഞ്ചു കലുങ്കുതടി, ബുക്ക് നാക്ക് പല്ലേ. പ്രിയപ്പെട്ടവരെ, മനോരമ കഴിഞ്ഞു പോയി. അതാ നമ്മുടെ തങ്കപ്പതത്തിൽ അഭിനയിച്ച ശിവാണീശ്വരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് നാം പറയുകയാണ്, അങ്ങയുടെ ഒരു ഡയലോഗ് വേണം, തരാമല്ലോ. അദ്ദേഹം തങ്കപ്പതത്തിൽ അഭിനയിച്ച ആ ഡയലോഗ് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. சொந்த மகன் இந்த உயிர் சுத்தி வந்து அப்பனுக்கு அப்பா என்று சொல்லி கூப்பிடாத. இந்த கட்டத்தில் நான் அவனுக்குமே என்னமா சொல்லி நட்பி, நீ சொல்லுங்கோ. பாலூட்டி வளர்த்த கிளி, பழம் கொடுத்து பார்த்த கிளி, நாளவர் கச்சேரிக்கு என்னம்மா என்னும் சொல்லம்மா, என்னம்மா என்னும் சொல்லம்மா. தைரியവും நான் கொடுப்பு, சோதினவும் நான் கொடுப்பு, மட்டம் மட்டம் வாங்கி வந்து அவனுக்கு நீமே ரஷ்மி ஒன்றுமே சொல்லக்கூடாது. அவன் நம் தம்பி அல்ல, நான் மகனே அல்ல, தாவும் அல்ல, അവനെ നീ ഒന്നുമേ ചൊല്ലக்கூடாது. ശിവാജി ഗണേശൻ്റെ നാടിക്കൊണ്ടായി. എന്നാൽ സോദനമേ സോദരേ എന്നുള്ള പാട്ടൊന്ന് പാടിയാൽ കൊള്ളാമായിരുന്നു. പാടാമല്ലോ. സോദനമേ സോദരേ പോതുമെട സാമി, വേദനപ്പാൻ വാഴ്ക തന്താൽ വാക്കാതു ഭൂമി, അധികാരം ഇല്ലയമ്മ വാങ്ങാതിട്, நான் அதிகாரம் இல்லையம்மா வாங்காதிடு. சொந்த மகன் இந்த உயிர் சுத்தி வந்து அப்பனுக்கு அப்பா என்று சொல்லக்கூடாது. இந்த கட்டத்தில் நான் என்னமே சொல்லும் அவனுக்கு, நீ அவனுக்கு ஒன்றுமே கூப்பிடாது. ശരിയാ? ശരി. ഈ ഘട്ടത്തിലാണ് നമ്മൾ ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ട്രെയിൻ നിർത്തിയിരിക്കുക അടുത്ത ഡിസ്റ്റിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ആരെയാണ്? ഇതാ ചെമ്മിൽ അഭിനയിച്ച നസീർ, മധു, ഉമ്മർ, ഇവരെല്ലാം നമുക്ക് കണ്ടുമുട്ടുന്നു. അവരെ ചെമ്മിൽ പാട്ട് പാടുന്നവർ.
കടലിനക്കരെ പോണോര് കാണാപ്പൊന്നിന് പോണോര് പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ എന്തു കൊണ്ടുവരും കടലിനക്കരെ പോണോര് കാണാപ്പൊന്നിന് പോണോര് പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പൊന്ന് കൊണ്ടുവരും. അപ്പം മധുവിനോട് പറഞ്ഞു, നമ്മുടെ ചെല്ലമ്മ അഭിനയിക്കുന്ന ഷീലയായിട്ട് അഭിനയിക്കുന്ന ഷീലയോടൊത്ത് അഭിനയിക്കുന്ന ആ സത്യൻ എങ്ങനെയാണ് അഭിനയിക്കുക? ഷീലമ്മേ, ചെല്ലമ്മേ, നിന്നെ എനിക്ക് കെട്ടണമെന്നുണ്ട്. നീ സമ്മതിച്ചാൽ നിന്നെ ഞാൻ കെട്ടാം. എന്നാൽ ഈ ഡയലോഗ് തന്നെ നസീർ എടുക്കുമ്പോൾ എന്താ പറയണത്? നസീർ പറയുന്നത് 80 കാലഘട്ടങ്ങളിലെല്ലാം മരം ചുറ്റിക്കളിപ്രേമമാണ്. മരം ചുറ്റി നടന്നുള്ള അപ്പൊ ചെല്ലമ്മേ ചെല്ലമ്മേ നിന്നെ ഞാൻ കെട്ടായേ കെട്ടിക്കോളായേ. മധുനി രംഗം കൊടുത്താൽ മധു പറയുന്നു, ചെല്ലമ്മേ നിന്നെ ഞാൻ കെട്ടും, കെട്ടാതിരിക്കൊരു നിവൃത്തിയുമില്ല, എൻ്റെ ശരീരം നിനക്കായി ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇത് ട്രെയിൻ കടന്നു പോവുകയാണ്. ട്രെയിൻ കടന്ന് എറണാകുളത്തേക്ക് എത്തി. എറണാകുളത്തെത്തുമ്പോൾ നമ്മൾ കൊച്ചിനാനിപ്പ അവിടെയുണ്ട്. കൊച്ചിനിപ്പ സമുദായം എന്ന നാടകത്തിൽ അഭിനയിച്ച ഡയലോഗ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയവികാരങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. കോടാനുകോടി നക്ഷത്രഗോളങ്ങൾ കത്തി ജ്വലിക്കുന്ന ആകാശത്ത് എനിക്ക് മാത്രം പിടിച്ചു വലിക്കാൻ പറ്റിയ ഒരു ചരടുണ്ടായിരുന്നെങ്കിൽ ആ ചരട് ഞാൻ തുടരെ തുടരെ വലിച്ച് ഈ ഭൂമിയിൽ ഒരു അഗ്നിപ്രളയം സൃഷ്ടിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിന് വണ്ടി നിർത്തി. അപ്പോൾ അത് കോഫി പഴംപൊരി ഉഴുന്നുവട. അറ്റൻഷൻ പ്ലീസ്, ട്രെയിൻ നമ്പർ 2523 അറൈവൽ ഷോർട്ടർലി. ഉടനെ നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നതാണ്. അടുത്തത് നമ്മൾ ഇന്നസെൻ്റ് നാട്ടിലേക്ക് ചെല്ലുകയാണ്. മണികിലുക്കത്തിൽ ഇന്നസെൻറ്റും തിലകൻ തമ്മിലൊരു സംഭാഷണം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആളുകൾ പിള്ളേർക്ക് ഇവിടെ നിന്ന് വിളിക്കേണ്ടത് നന്നായിട്ട് വിളിക്കണമാണ്, മോശമാണോ എന്ന് എനിക്കറിയില്ല. പല ആളുകളും എന്നെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, വിളി ഞാൻ കേൾക്കുന്നില്ല. ഹലോ, നമുക്ക് തിലകൻ പ്രൈസ് പോകണ്ട. ആ തിലകൻ മേജറാണ്, അതിൻ്റെ ഡ്രൈവറാണ് നമ്മുടെ ഇന്നസെൻ്റ്. ഈ ഡ്രൈവറായിട്ടുള്ള ഇന്നസെൻ്റ് ഒരു ലോട്ടറി അടിക്കുന്ന സീനുണ്ട്. രേവതിയാണ് അതിനകത്ത് ലോട്ടറി ടിക്കറ്റ് ഫലം പറയുന്നത്. ആ ഡയലോഗ് നമുക്ക് നോക്കാം. കേരള ലോട്ടറി നറുക്കെടുപ്പ് ഫലം 30, 48, 62 ലോട്ടറി അടിച്ചുട്ടാ. ഞാൻ തിലകൻ്റെ അടുത്തേക്ക് ഈ സഹോദരൻ ചെല്ലുകയാണ്. കിളവാ, നീ എന്നെ വരുത്തിട്ടില്ലേ? ഞാൻ മീനും കറിയും കൂട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഊണെടുത്ത് തന്നപ്പ നീ എന്താണ് എന്നോട് പറഞ്ഞത്? കറിയില് മീൻ കിടന്നിട്ട് വടിയെടുക്കാൻ പറഞ്ഞു. എന്തിന്? ഈ മീനിനെ ഒന്ന് തല്ലിക്കൊന്നിട്ട് വേണം കഴിക്കാനെന്ന്. നിന്നെ ഞാൻ ഒരു വരവരും. ഇന്നു മുതൽ ഞാൻ മുതലാളി, നീ തൊഴിലാളി. എന്താണ് പറയണേ? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എടൊക്കെ ഇളവ, ഞാൻ ഇന്ന് കോടിപതിയായി ലോട്ടറി അടിച്ചു. സ്നേഹമുള്ള പിതാവേ, സ്നേഹമുള്ള മക്കളെ, ഇനി നീട്ടിക്കൊണ്ടുപോയാൽ അങ്ങ് ബോംബെ വരെ ഇത് പോകേണ്ടി വരും ട്രെയിൻ. അതുകൊണ്ട് നമ്മുടെ ബോംബെയിലേക്ക് പോയി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ട്രെയിൻ ബോംബെയിൽ ചെന്നപ്പോൾ അംജിത് ഖാനെ കണ്ടു. അംജിത് ഖാൻ്റെ
प्यार दीवाना गोतागे मद जाना गोतागे अलकुसिस से अर्गम से मद जाना गोतागे कितना गोली है, कितना गोली है, तीन खोली है। ഈ സഹോദരങ്ങൾ എന്നെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. വ്യത്യസ്തമായ കഴിവിലൂടെ നമ്മളേവരെയും കൂടെ ചിരിപ്പിച്ച ശ്രീ കുഞ്ഞുമോൻ ചേട്ടന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നല്ലൊരു കൈ കൊടുക്കാവുന്നതാണ് അദ്ദേഹത്തിന്. അടുത്തതായി ഒരു